അഭിനയകലയ്ക്ക് നൃത്തത്തേക്കാൾ പ്രാധാന്യം നൽകുന്ന കൂടിയാട്ടത്തിന്റെ ചരിത്രത്തിലേക്കാണ് ഇനി. കൂടിയാട്ടത്തിന്റെ ഇപ്പോഴുള്ള രൂപത്തിന് 800 വർഷത്തിന്റെ പഴക്കമുണ്ട്. ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടക രൂപങ്ങളിൽ ഒന്നാണ് കൂടിയാട്ടം. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളാണ് കൂടിയാട്ടത്തെ ജനപ്രിയ ഇനമാക്കി മാറ്റിയത്. കൂടിയാട്ടം എന്നുള്ള പേര് മലയാളമാണ്. കൂടിയാട്ടം എന്ന് വെച്ചാൽ സംസ്കൃത നാടകത്തിൻ്റെ പ്രാചീനവും കേരളീയവുമായിട്ടുള്ള അവതരണം എന്ന് പറയാം. ഇത് കേരളത്തിലേക്ക് എത്തിപ്പെട്ട ഒരു കലാരൂപമാണ് എന്നാണ് പറയപ്പെടുന്നത്. ആര്യന്മാരുടെ വരവോടുകൂടി ബ്രാഹ്മണ സമൂഹവും സംസ്കൃത ഭാഷയും കേരളത്തിലെത്തിയതായിട്ടാണ് പറയപ്പെടുന്നത്. അവരുടെ കൂടെ എത്തിയതാണ് ഈ നാട്യ പാരമ്പര്യവും. കേരളത്തിൽ ഇത് ചാക്യാന്മാർ എന്ന സമുദായക്കാരാണ് അവതരിപ്പിക്കുന്നത്. 18 ചാക്യാർ കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് കണ്ണൂർ ജില്ലയിലാണ് അവരെല്ലാവരും ഉണ്ടായിരുന്നത്. പിന്നീട് പല കാലഘട്ടങ്ങളിലായിട്ട് വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളിലേക്ക് അവരെത്തിപ്പെട്ടതാണ്. 1950 കൂടിയാട്ടം എന്ന കലാരൂപം ആദ്യമായി ക്ഷേത്രത്തിന് പുറത്ത് അവതരിപ്പിക്കപ്പെട്ടത്. അത് കോഴിക്കോട് സാമൂതിരി സ്കൂളിൽ ഗുരുവായൂരപ്പൻ ഹാളിൽ വെച്ചായിരുന്നു. ആകാശവാണിയുടെ ആഭിമുഖ്യത്തിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. പിന്നീട് 1965 ഇത് കലാമണ്ഡലത്തിൽ ഒരു പാഠ്യവിഷയമായി വന്നത്. അന്നു മുതൽ ഇത് ജാതി വർഗ വ്യത്യാസമില്ലാതെ ആർക്കും പഠിക്കാവുന്ന അവസ്ഥയിലായി. ഇന്ന് രാമായണ കഥകളാണ് കൂടുതലായിട്ട് അവതരിപ്പിക്കപ്പെട്ടു വരുന്നത്. അതിൽ തന്നെ ഭാസൻ്റെ നാടകമായ അഭിഷേക നാടകം, കേരളീയനായ മലയാളിയായ ശക്തി ഭദ്രകവിയുടെ ആശ്ചര്യ ചൂടാമണി തുടങ്ങിയ നാടകങ്ങളാണ് കൂടുതൽ അവതരിപ്പിക്കുന്നത്. അതിലെ ഭാഗങ്ങളാണ് ഈ കലോത്സവ വേദികളിലും ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. തോരണയുദ്ധാംഗം, ബാലിവധാംഗം, ജടായുവധാംഗം, ശൂർപ്പണഖാംഗം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് ഏറ്റവും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ആസ്വദിക്കാൻ സാധിക്കുന്നത്. അത് കണ്ടാൽ തന്നെ അതിൻ്റെ കഥ മനസ്സിലാക്കാൻ സാധിക്കും. അത്തരം കഥകളാണ് യുവജനോത്സവ വേദികളിൽ കൂടുതലായിട്ട് അവതരിപ്പിച്ചു വരുന്നത്. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനും ശിവയ്ക്കുമൊപ്പം ഷഹദ് റഹ്മാൻ, 24 കൊല്ലം.